ദൈവം സ്നേഹവാനാണ്, കരുണാമയനാണ്. എന്നാൽ അതേ സമയം തന്നെ താൻ നീതിമാനും ന്യായം പ്രവർത്തിക്കുന്നവനും കൂടെയാണ്. അതുകൊണ്ട് തന്നെ പാപത്തെ ശിക്ഷിക്കാതിരിക്കുവാൻ നീതിമാനായ ദൈവത്തിന് സാധിക്കുകയില്ല. എന്നാൽ അതേ സമയം തന്നെ തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലും നരകത്തിലേക്ക് തള്ളിയിടുവാൻ തൻ്റെ സ്നേഹം അനുവദിക്കുന്നുമില്ല. ഈ രണ്ട് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയാഗം. താൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു വന്ന സകല മനുഷ്യരുടെയും പാപം ഏറ്റെടുക്കുക, അവർ അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ പാപം അറിയാത്തവനായ താൻ അനുഭവിക്കുക, അവർക്ക് പകരക്കാരനായി താൻ മരിക്കുക, അങ്ങനെ സകല മാനവരാശിയുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുക. സഹോദരങ്ങളെ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന യേശുക്രിസ്തുവിന്റെ കാൽവരിയാഗം ഒരേ സമയം നീതിയുടെയും നമ്മളോടുള്ള തന്റെ ആഴമേറിയ സ്നേഹത്തിന്റെ പ്രദർശനവുമായിരുന്നു. പ്രിയ സ്നേഹിത, സകല മനുഷ്യർക്കും വേണ്ടി ദൈവം ചെയ്ത ഈ സ്നേഹപ്രവൃത്തിയെ അംഗീകരിക്കുക വഴി താങ്കൾക്കും ദൈവസ്നേഹത്തിന് പാത്രമായി തീരുവാൻ സാധിക്കും. എന്റെ പാപങ്ങൾക്ക് വേണ്ടി എന്റെ പകരക്കാരനായി ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണ് യേശു മരിച്ചത് എന്ന് ഏറ്റുപറയുവാൻ തയ്യാറായാൽ താങ്കൾ ഒരു പുതിയ സൃഷ്ടിയായിത്തീരും. ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ആത്മാവും താങ്കൾക്ക് ലഭിക്കും. അങ്ങനെ ഒരു ദൈവ പൈതലായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ താങ്കൾക്കും സാധിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.